ശബരിമലയിൽ അറസ്റ്റുകൾ തുടരുകയാണ്. വലിയ തട്ടിപ്പും വെട്ടിപ്പും നടന്നതായി വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു മുൻകാലങ്ങളിൽ കണ്ടതുപോലെ ഒരു 2018-19 കാലഘട്ടത്തിൽ കണ്ടതുപോലുള്ള ഒരു നീക്കം, സമരവുമായി ബന്ധപ്പെട്ടൊരു നീക്കം എന്തുകൊണ്ട് BJP-യുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ശബരിമല ഈ സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ അതിശക്തമായ സമരങ്ങൾ ഏറ്റെടുക്കുന്നത് BJP ആണ്. നിങ്ങൾ നോക്കൂ, ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ BJP സെക്രട്ടേറിയറ്റ് വളഞ്ഞു. സെക്രട്ടേറിയറ്റ് വളഞ്ഞപ്പോൾ നിങ്ങൾ കണ്ട കാഴ്ചയില്ലേ? കേരളത്തിലെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ സർവ്വമാലിന്യങ്ങളും ഒഴുകി വരുന്ന ആ മഴവെള്ളത്തിൽ മണിക്കൂറുകളോളം ഇരുന്നാണ് ശരണം വിളികളും മുദ്രാവാക്യങ്ങളുമായി ആ സമരത്തിന് നേതൃത്വം കൊടുത്തത്. കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹി, സംസ്ഥാന അധ്യക്ഷനോ സെക്രട്ടറിയോ അത്തരമൊരു സമരം ഈ വിഷയത്തിൽ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ടോ? കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അതിന് നിരന്തരമായി എല്ലാ ജില്ലകളും എല്ലാ പ്രദേശങ്ങളിലും നിരന്തരമായി സമരങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട്. അതിന്റെ ക്യാമ്പയിൻ കൃത്യമായി ഏറ്റെടുക്കുന്നുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും BJP മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് വിശ്വാസ സംരക്ഷണമാണ്. വികസിത കേരളത്തോടൊപ്പം മുദ്രാവാക്യം ചേർത്ത് വയ്ക്കുന്ന മുദ്രാവാക്യം വിശ്വാസ സംരക്ഷണമാണ്. BJP ആണ് ഈ ശബരിമല കൊള്ള മുന്നോട്ട് കൊണ്ടുവന്നത്, പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോ ഏറ്റവും ഒടുവിലത്തെ ഇതിൽ ഉൾപ്പെട്ട ആളുകളെ പോലും അറസ്റ്റ് ചെയ്യുന്നതിൽ BJP-യുടെ രാഷ്ട്രീയ ഇടപെടൽ പ്രധാനമാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അത് BJP-യേക്കാൾ കൂടുതൽ ഗുണം ചെയ്തതും അതോടൊപ്പം തന്നെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് UDF ആണല്ലോ. UDF എവിടെയാ ചർച്ച ചെയ്തിട്ടുള്ളത്? എങ്ങനെ UDF-നെ ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയുക? ഇത് CPM-നെതിരെ മാത്രമുള്ള വിഷയമായി സ്വർണ്ണക്കൊള്ളയെ നമുക്ക് മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ഒതുക്കാൻ വേണ്ടി കഴിയുമോ? ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് CPM, കോൺഗ്രസ്, കുറുവ സംഘം അവരുടെ കൊള്ള മുതലാക്കി മാറ്റിയതാണ്. നമ്മുടെ പുണ്യ പുരാതനമായ ശബരിമലയിലെ സ്വർണ്ണപ്പാളികളും അതിന്റെ കൊടിമരം വരെ വിറ്റ് പുട്ടടിച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾ നോക്കൂ, നമ്മുടെ മുമ്പിലുള്ള ഒരു ചിത്രം എന്താ? മുഖ്യമന്ത്രിക്കൊപ്പം ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ സമാരാധ്യനായ മുൻ അധ്യക്ഷ സോണിയാഗാന്ധിയുടെ കയ്യിൽ ജപിച്ച ചരട് കെട്ടിക്കൊടുക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ കാണുന്നില്ലേ മാധ്യമങ്ങള്? അപ്പൊ ഇത് കോൺഗ്രസ് ഇതിന്റെ ഉപഭോക്താക്കളാകുന്നുണ്ട്, ഒരു സംശയവുമില്ല. പക്ഷേ കട്ടവൻ അത് കോൺഗ്രസും കൂടിയാണ്. അത് കൊള്ളയടിച്ചത് കോൺഗ്രസും കൂടിയാണ്. CPM-ഉം കോൺഗ്രസും ചേർന്നുള്ള കൊള്ളയാണിത്. അതിൽ കോൺഗ്രസിനെ വെള്ളപൂശാൻ മാധ്യമങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. CPM മാത്രമല്ല പ്രതിക്കൂട്ടിലാവേണ്ടത്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുമന്നു നടന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയെന്ന് പാട്ട് പാർലമെന്റിൽ പോയി പ്രാസമൊപ്പിച്ച് തണുപ്പത്ത് പാടിയെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് ഈ ഭഗവാന്റെ മുതല് കെട്ടതിന്റെ ഈ പാപക്കറ ഒരു പുണ്യ നദിയിലും മുങ്ങിയാലും തീരില്ല. അത് പമ്പയിൽ കുളിച്ചാലോ ഗംഗയിൽ കുളിച്ചാലോ ഇനി ഏത് പുണ്യ നദിയിൽ കുളിച്ചാലും എന്ത് വലിയ മോക്ഷം നേടാൻ വേണ്ടിയുള്ള പരിഹാരങ്ങൾ നടത്തിയാലും കോൺഗ്രസിന്റെ കയ്യിലും ഈ കൊള്ളയുടെ കറയുണ്ട് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് അതിന്റെ എല്ലാ രീതിയിലുമുള്ള ജനങ്ങളുടെ വികാരം കോൺഗ്രസിനെതിരായിട്ട് വരാതിരിക്കാൻ കൃത്യമായി കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. BJP ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രതിഷേധം എന്ന് പറയുന്നത് കോൺഗ്രസ് CPM സംഘമാണ്, കുറുവ സംഘമാണ് ഈ കൊള്ള നടത്തിയതെന്നുള്ളതാണ്. അല്ല, ഇങ്ങനെ പറയുമ്പോഴേക്കും CPM പലതവണ ആവർത്തിക്കുന്നത് എന്താണ്? പന്തളം നഗരസഭ ചൂണ്ടിക്കാണിച്ചാണ് അവർ പലതവണ ആവർത്തിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ആവർത്തിക്കണം, ഇപ്പോഴും ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ട് പന്തളത്ത് തിരിച്ചടി ഉണ്ടായില്ല? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, കഴിഞ്ഞ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അവിടെ BJP അധികാരത്തിൽ വരുന്നത്. പക്ഷേ ഈ കാലത്ത് ഇത്രയും വലിയ വിവാദങ്ങൾ നിൽക്കുമ്പോൾ BJP-യുടെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെടുകയാണ്. അത് ജനങ്ങൾ തങ്ങളെ അംഗീകരിക്കുകയാണ്, ഭക്തർ തങ്ങളെ അംഗീകരിക്കുകയാണെന്നാണ് CPM ആരോപിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് അയ്യപ്പനും ശബരിമലയും വിശ്വാസമൊന്നും അധികാരത്തിലെത്താനുള്ള ഉപകരണങ്ങളല്ല. CPM-നായിരിക്കും, കോൺഗ്രസിനായിരിക്കും. ഞങ്ങൾ അയ്യപ്പന് വേണ്ടി സമരം നടത്തുന്നത്, വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി സമരം നടത്തുന്നത്, ഞങ്ങൾ അടിവാങ്ങി കൂട്ടുന്നത്, ഞങ്ങൾ ആയിരക്കണക്കിന് പ്രവർത്തകർ നൂറുകണക്കിന് കേസുകളിൽ പ്രതിയാകുന്നത്, ജയിലിൽ പോകുന്നതൊന്നും ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയല്ല. അത് ഈ നാടിന്റെ പൈതൃകവും സംസ്കാരവും ഭക്തിയും വിശ്വാസവും ഈ നാട്ടിൽ നിലനിൽക്കണമെന്ന് ഉറച്ച ആഗ്രഹമുള്ളത് കൊണ്ടും അതിനുവേണ്ടി രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ സംവിധാനമായതുകൊണ്ടും കൂടിയാണ്.
അപ്പോൾ അത് രാഷ്ട്രീയമായൊന്നും ഞങ്ങൾ ഇതിനെ കാണുന്നില്ല. പക്ഷേ കോൺഗ്രസിന് ഇതിന്റെ ആനുകൂല്യം കിട്ടുന്നതിൽ, കോൺഗ്രസിനെതിരായി വരേണ്ട ഈ സ്വർണ്ണക്കൊള്ള കോൺഗ്രസിനെ അനുകൂലമാക്കി മാറ്റുന്നതിൽ മാധ്യമങ്ങൾ കൃത്യമായി പങ്കുവഹിക്കുന്നുണ്ട്. അത് കൃത്യമായി 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാനുള്ള മാധ്യമങ്ങൾക്കകത്തുള്ള കൃത്യമായ ഗൂഢാലോചനയായിട്ടാണ് BJP ഇതിനെ കാണുന്നത്. അല്ല, ഈ കേന്ദ്ര ഏജൻസികളുമായി ബന്ധപ്പെട്ട അന്വേഷണം BJP ആത്മാർത്ഥമായാണോ ആവശ്യപ്പെടുന്നത്? കാരണം ഇതിന് ഒരു പരിധി ഉണ്ടല്ലോ. ഇതിൽ നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്, കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഈ തട്ടിപ്പ്. ഇപ്പോൾ അയൽ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, മഹാരാഷ്ട്ര എല്ലായിടങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പക്ഷെ ഇത് കൃത്യമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ജനങ്ങൾക്കിടയിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന ഒരു ചിന്താഗതി വളർത്താൻ BJPക്ക് കഴിയുന്നുണ്ടോ? ഈ കേന്ദ്ര ഏജൻസികളുടെ ഈ കേസുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇടപെടൽ ആവശ്യപ്പെട്ടത് BJP ആണ് ആദ്യം. അതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യം ഉന്നയിച്ചത് തന്നെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഒരു എന്താ പറയുക ജൂറിസ്ഡിക്ഷനിൽ നിൽക്കുന്നതല്ല, കേരളത്തിന്റെ ലീഗൽ ജൂറിസ്ഡിക്ഷനിൽ നിൽക്കുന്നതല്ല ഈ കേസ്. കാരണം ഇതിനകത്ത് ഇടപെട്ടത്, ഇതിന്റെ ദുരുപയോഗം നടന്നിട്ടുള്ളതൊക്കെ കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തൊക്കെയാണ്. അപ്പോൾ കൃത്യമായി ഇതിനെ കേന്ദ്ര ഏജൻസികൾ ഇത് അന്വേഷിക്കണമെന്നുള്ളത് BJPയുടെ ഇന്നും ഉള്ള ആവശ്യമാണ്. അത് SITയുടെ അന്വേഷണം നിലവിൽ മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ് പോകുന്നതെന്ന വിലയിരുത്തലാണ് BJPക്ക് ഉള്ളത് എന്നുള്ളതാണ്. നാം ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് CPMന്റെ ഒരു നേതാവാണ് പത്മകുമാർ. അതോടൊപ്പം തന്നെ പല നേതാക്കളും, വാസു അവരുടെ നേതാവല്ലേ? അതെ, എല്ലാ നേതാക്കളും അകത്തുണ്ട്. പക്ഷെ ഇപ്പോഴും പാർട്ടി സംരക്ഷിക്കുന്നു. ആ ധൈര്യം എവിടെ നിന്നാണ് CPMന് ലഭിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ആരാധനാലയങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ദേവസ്വം ബോർഡുകളുടെ അമ്പലങ്ങൾ, ആ അമ്പലങ്ങൾ എന്ന് പറയുന്നത് CPM പോലുള്ള ഒരു നിരീശ്വരവാദ പ്രസ്ഥാനത്തിന് അവരുടെ ഖജനാവും അവരുടെ ആസ്തിയും വർദ്ധിപ്പിക്കാനുള്ള വെറും ഉപകരണങ്ങൾ മാത്രമാണ്. അവര് ഈ അമ്പലങ്ങളെ ആകെ തന്നെ കൊള്ളയടിക്കാൻ വേണ്ടി റിക്രൂട്ട് ചെയ്ത ആളുകളാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി മെമ്പറും മുൻ MLAയുമായിട്ടുള്ള പത്മകുമാർ. CPMന്റെ നേതാവും CPM നിയോഗിച്ച പ്രസിഡന്റും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന വാസു അടക്കമുള്ള ആളുകൾ. ഇവരുടെ ജോലി അതാണെന്നേ. അവരത് അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത്, അവരവിടെ നിയോഗിച്ചത് ഈ മുതൽ കക്കാനാണ്. ഭഗവാന്റെ വിഗ്രഹം പോലും ഇവർ കട്ടുകൊണ്ട് പോകാൻ പദ്ധതി ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്, മോഷ്ടിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അപ്പോ നിരീശ്വരവാദികളാണ് ഇവർ പറയുന്ന, നമുക്ക് കണ്ടിട്ടില്ലേ അവിടെ നമ്മുടെ ഭഗവാന്റെ ശ്രീകോവിലിന് മുമ്പിൽ എല്ലാവരും തൊഴുകൈകളോടുകൂടി ദശലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രം ഒരു കണ്ണിമ വെട്ടിയാൽ കാണാൻ കഴിയാത്ത രീതിയിൽ, പക്ഷെ അത്രയും ഭഗവാനെ ഒരു എന്താ പറയാ ഒരു അണുനിമിഷം മാത്രം കാണാൻ വേണ്ടി വ്രതം നോറ്റ് എല്ലാ കഠിന വ്രതങ്ങളും എടുത്ത് മല ചവിട്ടി എല്ലാം കടന്നവിടെ എത്തുമ്പോ ഭഗവാനെ സ്വാമി ശരണമയ്യപ്പ എന്ന് ഉറക്കെ വിളിച്ച് എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കുന്ന ആ ശ്രീകോവിലിന്റെ മുമ്പിൽ CPMന്റെ നേതാക്കന്മാർ നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൈകൾ രണ്ടും കെട്ടി ഒരു ക്രോസ് ചെയ്ത് വെച്ച് ഞങ്ങൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല എന്നും, അവിടെ പുണ്യതീർത്ഥം കൊടുക്കുമ്പോൾ, ഭഗവാന്റെ തീർത്ഥം കൊടുക്കുമ്പോൾ അത് വാങ്ങി തലയിൽ എണ്ണ തേക്കുന്നത് പോലെ തേച്ചു കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ തറയിൽ കൊട്ടിക്കളയുന്ന ആളുകളാണ് ഈ പറയുന്ന CPMന്റെ നേതാക്കന്മാർ, CPMന്റെ മന്ത്രിമാർ. അപ്പോ അവർക്ക് അയ്യപ്പനും ഗുരുവായൂരപ്പനും അല്ലെങ്കിൽ ഭഗവതിയും ഒക്കെ അവർക്ക് പോക്കറ്റിൽ പണം എത്താനുള്ള ഇതാണ്. ഇപ്പോ നമ്മളെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഉൾപ്പെടെ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. അവിടുത്തെ പുണ്യപുരാതനമായിട്ടുള്ള പാത്രങ്ങൾ ഉൾപ്പെടെ, അവിടുത്തെ അമ്പലങ്ങളിൽ ഉപയോഗിച്ച, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും ഗുരുവായൂർ ദേവസ്വം ബോർഡിലും ഉപയോഗിച്ച പാത്രങ്ങൾ ഉൾപ്പെടെ അത് ആന്റിക് വാല്യൂ ഉള്ളതാണ്. പുരാവസ്തു മൂല്യമുള്ള ആ പാത്രങ്ങൾ ഉൾപ്പെടെ ഇവർ ദുരുപയോഗപ്പെടുത്തി കച്ചവടം ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലേക്ക്, ആക്രി വിലയ്ക്ക് വിട്ടിട്ടുണ്ടെന്ന രീതിയിലേക്ക് പഠനങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ വരികയാണ്. അപ്പോൾ ഇവർക്ക് അമ്പലങ്ങൾ, വിശ്വാസങ്ങൾ, അതിന്റെ അമ്പലത്തിന്റെ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം പാർട്ടി ഫണ്ടിനും പാർട്ടി നേതാക്കന്മാരുടെ കുടുംബത്തിലേക്കും കൊണ്ടുപോകാനുള്ള ഉപാധി മാത്രമാണ്. അതുകൊണ്ട് അവര് ഒരു പത്മകുമാറിനെ പുറത്താക്കാൻ പോകുന്നില്ല. ഇതിന്റെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതെല്ലാം എത്തി നിൽക്കാൻ വേണ്ടി പോകുന്നത് പിണറായി വിജയനിലേക്കാണ്. അടുത്ത അറസ്റ്റ് നടക്കേണ്ടത് സ്വാഭാവികമായിട്ടും കടകംപള്ളി സുരേന്ദ്രനാണ്. അടുത്ത അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് വാസവനാണ്. ഇവർ രണ്ടുപേരും പേര് പറയുമ്പോൾ നമ്മൾ വിട്ടുപോകുന്ന വേറൊരു പേരുണ്ട്, രാധാകൃഷ്ണൻ. രാധാകൃഷ്ണനും ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു. രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് വകുപ്പ് ഭരിച്ച മന്ത്രിയാണ്. രാധാകൃഷ്ണനെയും ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോ കടകംപള്ളി സുരേന്ദ്രൻ, രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ VN വാസവൻ ഇവരിലേക്ക് എത്തും.
ഇവരിലേക്ക് എത്തുമ്പോൾ ഇതിന്റെ എല്ലാം കാരണഭൂതനായ സാക്ഷാൽ പിണറായി വിജയനിലേക്കും അന്വേഷണം എത്തും. അങ്ങനെ എത്തിക്കാൻ കഴിയാത്തതാണ് ഈ അന്വേഷണ സംഘമെങ്കിൽ കേന്ദ്ര ഏജൻസികൾ തന്നെ ഇത് അന്വേഷിക്കാനുള്ള എല്ലാ സമ്മർദ്ദവും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.